ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. ജീവിതത്തിൽ നമുക്ക് നല്ല സൗഹൃദങ്ങൾ കിട്ടുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഭാഗ്യകരമായ കാര്യമാണ് അല്ലേ. അങ്ങനെ നമുക്ക് കിട്ടിയ ഏറ്റവും നല്ല രണ്ട് സുഹൃത്തുക്കളാണ് ചിത്രയും സജീവേട്ടനും. ഞങ്ങളെ കാണാനായിട്ട് തിരുവനന്തപുരത്തേക്ക് അവർ ഫാമിലിയായിട്ട് എത്തിയപ്പോൾ ഒരുപാട് സന്തോഷമായി ഞങ്ങൾക്ക്. ആദ്യം ഞങ്ങൾ വേളിയിലാണ് പോയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വീഡിയോയുടെ ഫസ്റ്റ് പാർട്ട് ഉണ്ട് കേട്ടോ, ലോങ് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട്. അങ്ങനെ അവിടുത്തെ പാർക്കിൽ കുറേ കളിച്ച ശേഷം പിന്നെ ബോട്ടിങ്ങും ഒക്കെ കഴിഞ്ഞ ശേഷം ഞങ്ങൾ ബീച്ചിലേക്ക് പോയേ. വീഡിയോ എടുക്കുക അതിന് മണ്ണ് വാരണ എന്തിനാടാ? അപ്പൂനെ പിള്ളേരെ പിടിച്ചോളേ. ഞങ്ങളുടെ കുട്ടിപ്പട്ടാളത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ബീച്ചാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞങ്ങൾ ബീച്ച് തന്നെ സെലക്ട് ചെയ്തത്. അവർ ഒരുപാട് എൻജോയ് ചെയ്തേ. അങ്ങനെ ഞങ്ങൾ ബീച്ചിൽ ഇങ്ങനെ കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു സംഭവം ഉണ്ടായി. എന്താന്ന് വെച്ചാൽ എല്ലാവരും ചെരുപ്പ് ഇട്ടുകൊണ്ടാണ് നിന്ന്. ഏട്ടൻ അങ്ങനെ ചെരുപ്പ് ഇട്ടുകൊണ്ട് നിന്ന് ഒരു വലിയ തിരമാല വന്നപ്പോൾ ഏട്ടൻ്റെ ഒരു ചെരുപ്പ്, അത് തലേ ദിവസം മേടിച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ, ക്രോക്സിൻ്റെ, അത് ഒഴുക്കിൽ പെട്ടുപോയി. അങ്ങനെ ഭയങ്കര വിഷമമായി. കാരണം പുത്തൻ ചെരുപ്പ് അത്രയും വിലയുമായി. അങ്ങനെ വിഷമിച്ചൊക്കെ നിന്ന സമയത്താണ് അടുത്തുള്ളൊരു ചേച്ചിയുടെ ഇങ്ങനെ തിരമാല അടിച്ച് വന്നപ്പോൾ ആ ചേച്ചി ഇങ്ങനെ ചവിട്ടി പിടിച്ചു. ആ ചേച്ചിക്ക് കിട്ടി. അങ്ങനെ ഞങ്ങൾക്ക് തന്നു. ഞങ്ങളുടെ കുറച്ചപ്പുറത്ത് നിന്ന ചേച്ചിയായിരുന്നു. അത് ഭയങ്കര ഒരു അത്ഭുതമായി തോന്നി. കാരണം സാധാരണ കടലിലേക്ക് പോകണമെന്നും അങ്ങനെ തിരിച്ച് കിട്ടാറില്ലല്ലോ. അങ്ങനെ അതിന് ശേഷമാണ് ഏട്ടൻ ചെരുപ്പ് കൊണ്ട് സൂക്ഷിച്ച് വെച്ചതിന് ശേഷം ചെരുപ്പ് ഇടാതെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. അത്രയും നേരം ചെരുപ്പിട്ടുകൊണ്ടാണ് നിന്നിരുന്നത്. അങ്ങനെ ഞങ്ങൾ കടലിൽ കുറേ നേരം കളിക്കുകയൊക്കെ ചെയ്തു. കുട്ടികൾ വളരെയധികം എൻജോയ് ചെയ്തു. അതിനുശേഷം ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തതിന് ശേഷം അവിടെ നിന്ന് തിരിച്ചു കേട്ടോ. അവിടുത്തെ പാർക്കിൽ കൂടിയാണ് ഞങ്ങൾ തിരിച്ചു വന്നത്. അങ്ങനെ അവിടെ നിന്നും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. എല്ലാവർക്കും വളരെയധികം സന്തോഷമായി. കാരണം ബീച്ച് എന്ന് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യമാണല്ലോ, ബീച്ചിൽ പോകാമെന്ന് പറയുന്നത്. അങ്ങനെ ബീച്ചിൽ നിന്ന് ഞങ്ങൾ നേരെ പോയത് ഈസ്റ്റ് ഫോർട്ട് KSRTC ബസ് സ്റ്റാൻഡിലായിട്ടായിരുന്നേ. അപ്പോൾ ഞങ്ങൾ ഈ ഡബിൾ ഡെക്കർ ബസ്സിൽ നഗരക്കാഴ്ചകൾ കാണാനായിട്ട് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാവർക്കുമായിട്ട്. അപ്പോൾ ഞങ്ങൾ വന്നു, ടിക്കറ്റൊക്കെ കൺഫേം ചെയ്തതിന് ശേഷം ഞങ്ങൾ ബസ്സിലേക്ക് കയറുവാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിലത്തേക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ളത് 200 രൂപയാണ് ടിക്കറ്റ്. താഴെയാണ് വേണ്ടെങ്കിൽ 100 രൂപ മതി. അങ്ങനെ ഞങ്ങൾ എല്ലാവർക്കും ടിക്കറ്റും എടുത്ത്, കുട്ടികൾക്കും ഉണ്ട് കേട്ടോ. 5 വയസ്സിന് താഴെയാണെങ്കിൽ വേണ്ട, 5 വയസ്സിന് മുകളിലോട്ടുള്ള കുട്ടികൾക്കും ടിക്കറ്റ് എടുക്കണം. അത് കഴിഞ്ഞ് ഞങ്ങൾ മുകളിലേക്ക് കയറുവാണ്. അപ്പം ഞാനും മുന്നേ പോയിട്ടുണ്ട്. ഞാനും മോനും അമ്മയായിട്ട് ഒരു പ്രാവശ്യം പോയിട്ടുണ്ട്. അപ്പോൾ ഇവരെ ആദ്യമായിട്ടാണ്, ഏട്ടനൊക്കെ ആദ്യമായിട്ടാണ് പോകുന്നത്. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അന്ന് കുറേ കോളേജിലെ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നേ. അങ്ങനെ ഒരു ഭയങ്കര ഡാൻസും പാട്ടും, അങ്ങനെ നല്ല രസമുണ്ടായിരുന്നു. നമുക്ക് പെട്ടെന്ന് സമയം പോകുന്നതായിട്ട് തോന്നും. 1.5 മണിക്കൂറാണ് ഇതിൽ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുക. ഒരു മാക്സിമം കുറേ സ്ഥലങ്ങൾ അവർ കൊണ്ട് കാണിക്കും. ഫേമസ് ആയിട്ടുള്ള ട്രിവാൻഡ്രത്ത് കുറേ സ്ഥലങ്ങളിൽ ഇത് പോകുന്നുണ്ട്. അത് ഓരോ സ്ഥലങ്ങളെക്കുറിച്ച് നമ്മളെ പരിചയപ്പെടുത്തി തരാനും ഒരു കണ്ടക്ടർ ഉണ്ട്. പുള്ളി എല്ലാ കാര്യങ്ങളും നമുക്ക് വിശദീകരിച്ചൊക്കെ പറഞ്ഞു തരികയൊക്കെ ചെയ്യും. അങ്ങനെ ഞങ്ങൾ സീറ്റൊക്കെ കിട്ടി. ഞങ്ങൾ ഇരുന്നു, കുറേ ഫോട്ടോസൊക്കെ എടുത്തു.
അങ്ങനെ കുട്ടികൾക്കൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടിരിക്കുവായിരുന്നേ. പിന്നെ അപ്പൂസിനെ അറിയായിരുന്നു നേരത്തെ, അവൻ പോയിട്ടുള്ളതുകൊണ്ട് അവൻ അന്ന് ഭയങ്കര ഡാൻസും പാട്ടൊക്കെ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ മുകളിലത്തെ സീറ്റ് തന്നെയായിരുന്നു ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇടതുവശത്തായി പട്ടത്താനപിള്ളയുടെ ഒരു പ്രതിമ കാണാം. കേരളത്തിലെ രണ്ടാമത്തെ മുഖ്യമന്ത്രി, ആന്ധ്ര, പഞ്ചാബ് എന്നീ സംസ്ഥാനങ്ങളിലെ ഗവർണറായിരുന്ന വ്യക്തിയും കൂടെയാണ്. ഇടതുവശത്തായി VJT ഹാൾ വിക്ടോറിയ റെഡ്ഡിയുടെ കിരീട സ്മരണയ്ക്കായി പണിയെഴുപ്പിച്ചതാണ്. ഇപ്പോൾ അയ്യങ്കാളി ഹാളായി അറിയപ്പെടുന്നു. ക്രിസ്ത്യൻ ദേവാലയം കൂടെ ഉണ്ട്. 3 മാസത്തെ ഒരു ഒറ്റ കോമ്പൗണ്ടിലാണ് സ്ഥിതി ചെയ്യുന്നത്. മതസൗഹാർദ്ദത്തിന്റെ പേരിൽ കേട്ട സ്ഥലം തന്നെയാണ് പാളയം. ഇടതുവശത്തായി പാളയം രക്തസാക്ഷി മണ്ഡപം. വലതുവശത്തായി ഒരു ക്രിസ്തീയ ദേവാലയം കാണാം. ആകാശ കാഴ്ചയിൽ കുരിശ് ചെയ്തിരിക്കുന്നത്. ഇടതുവശത്തായി ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയം. പോലീസ് സേനയിലെ ആദ്യ IG ആയ ചന്ദ്രശേഖരൻ നായരുടെ ഓർമ്മയ്ക്കായി നിർമ്മിച്ചതാണ്. ഇപ്പോൾ പോലീസ് സ്റ്റേഡിയമായി പ്രവർത്തിക്കുന്നു. വലതുവശത്തായി R ശങ്കറിന്റെ ഒരു പ്രതിമ കാണാം. ഇടതുവശത്തായി നിയമസഭാ മന്ദിരം. തൊട്ടടുത്തായി നിയമസഭാ മ്യൂസിയം. വലതുവശത്തായി ബ്രഹ്മോസ് എയറോസ്പേസ് മിസൈലിന്റെ പാർട്സ് ഒക്കെ നിർമ്മിക്കുന്ന സ്ഥലം കൂടെയാണ്. 2 ദിവസം ശ്രീ പത്മനാഭന് വേണ്ടിയുമാണ് എന്ന് ആദ്യകാലം തന്നെ പറഞ്ഞിരുന്നു. അതിപ്പോഴും അങ്ങനെ തന്നെ തുടർന്നു വരുന്നു. സ്റ്റേഷൻ ഞങ്ങൾ നൽകുമെന്ന്. തിരുവനന്തപുരത്തെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ആറാട്ട് ഘോഷയാത്രയുടെ ഭാഗമായി തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ റൺവേ അടച്ചിടുക പതിവാണ്. 4 മണി മുതൽ 9 മണി വരെയാണ് സാധാരണയായി അത് അടച്ചിടുക. മൊബൈലൊക്കെ അവിടെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ നഗരക്കാഴ്ചകളൊക്കെ കണ്ടു, ഡാൻസൊക്കെ ചെയ്തു. അങ്ങനെ ഭയങ്കര രസമായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് വന്നത് സംസമിലാണ്, പാളയത്തുള്ള സംസമിലാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് വന്നത്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തു. ഞങ്ങൾ കുഴിമന്തിയാണേ കഴിച്ചത്. എല്ലാവർക്കും കുഴിമന്തി ഇഷ്ടമായിരുന്നു. അങ്ങനെ മന്തിയൊക്കെ ഓർഡർ ചെയ്തു, വന്നു, എല്ലാവർക്കും കഴിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. സംസമിലെ ബിരിയാണിയും അതുപോലെ ഷവായി ഒക്കെ ഭയങ്കര ഫേമസ് ആണ്. അപ്പോൾ കുഴിമന്തിയും അത്യാവശ്യം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് തന്നെയായിരുന്നു ഇവിടുത്തേത്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം അവിടെ കുറച്ച് സമയം ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ വളരെ ഹാപ്പി ആയിട്ട് ഫുഡൊക്കെ കഴിച്ച് ഇന്നത്തെ ദിവസം അടിച്ചു പൊളിച്ചു എന്ന് തന്നെ പറയാം. കുറേ അങ്ങ് കഴിഞ്ഞപ്പോൾ വയ്യാണ്ടായി, അത്രയ്ക്ക് ക്ഷീണമായിരുന്നു. കാരണം നമ്മൾ റെസ്റ്റ് ഇല്ലാതെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയല്ലേ. എങ്കിലും നല്ല രസമായിരുന്നേ. അങ്ങനെ അവസാനം ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ കോലം ഇതൊക്കെയായിരുന്നു. പിള്ളേരൊക്കെ ഒന്നും നടക്കാൻ, അവർ ഉറക്കക്ഷീണം, രാത്രി നല്ല ലേറ്റായി എത്തിയപ്പോൾ.
അങ്ങനെ എല്ലാത്തിനെയും തൂക്കിപ്പറക്കിയൊക്കെ വന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.